C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സാന്ദ്ര മാഡം, ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിക്കാത്തതല്ല. ചില കാര്യങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് മാഡം. അത് മനുഷ്യൻ തിരുത്താൻ പോകുമ്പോഴാണ് അവസാനം ഇതുപോലുള്ള പൊട്ടിക്കരച്ചിലുകൾ ഉണ്ടാവുന്നത്. മാഡം തന്നെ ക്രിയേറ്റ് ചെയ്ത ചില കാര്യങ്ങളിൽ മാഡം തന്നെ സന്തോഷം കണ്ടെത്തി ഇത്രയും നാളും. അതുകൊണ്ട് തന്നെ ഈ കണ്ണീരിന് ഒരു വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. ഇനിയും ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആദിയും അന്ത്യവും മാഡത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടി ഇവിടേക്ക് വന്നത് മുതൽ തുടങ്ങിയതാണ് അവരെ ഇല്ലാതാക്കാനുള്ള മാഡത്തിന്റെ പ്രവൃത്തികൾ. അത് ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും പലതും വിജയിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം മറം പറ്റാവുന്ന ചെയ്തികൾ ചിലപ്പോ ശ്രീലക്ഷ്മിയെ മാത്രമാവില്ല ഇനി ബാധിക്കുന്നത്. അവരുടെ വയറ്റിൽ വളരുന്ന നമ്മുടെ രവി സാറിന്റെ കുഞ്ഞിനെ കൂടിയാണ്. അത് ഓർമ്മ വേണം. സാന്ദ്ര മാഡത്തിനെ പോലെ ഒരു പെൺകുട്ടി തന്നെയാ ശ്രീലക്ഷ്മി മാഡം. ഒരു പെൺകുട്ടിയുടെ സന്തോഷത്തിന്റെ നെറുകയിലെ ഇപ്പൊ ശ്രീലക്ഷ്മി. ആ സന്തോഷം മാഡമായിട്ട് ഇല്ലാതാക്കരുത്. രാജാറാം സാർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ രവി സാറിന്റെ ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തില് ഞാൻ പങ്കുചേരണോ? അതോ നഷ്ടപ്പെട്ടുപോയ എന്റെ സ്വപ്നങ്ങളെ ഓർത്ത് വിഷമിക്കണോ? എന്തായാലും ഉടനെ തന്നെ തീരുമാനിക്കണം. അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീരാറായി. ഞാൻ സഹദേവ മുതലാളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് എന്തെങ്കിലും തീരുമാനിക്കാം. ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു 150 രൂപ കിടപ്പുണ്ട്. അത് കൊണ്ടുപോയി ആ ചന്ദ്രന്റെ കടയിൽ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. 150 രൂപ. ഇതിനൊരു കയറ് വാങ്ങിയ ഇവിടെ ആരുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ലേ വാങ്ങിച്ചത്. അതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും വാങ്ങിച്ചാ മതി. നിങ്ങൾ ഇതിന്റെ പേരിൽ വഴക്കിടണ്ട, നമുക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചാ മതി. അങ്കിൾ, കൃഷ്ണമോളോ? കൺഗ്രാറ്റുലേഷൻസ്. ആന്റി എവിടെ? അകത്തുണ്ട്. എന്താ മോളെ, മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെന്താ അങ്കിളിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത്? ഓ, എനിക്ക് എപ്പോഴും സന്തോഷമല്ല മോളെ. ഞാൻ ആന്റി എന്ന് വിളിക്കട്ടെ. ആന്റി, ആന്റി. ദാ വരുന്നു. മോളെ കൃഷ്ണേ, കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്താ നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത്? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ ഞങ്ങക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ. ആര് പറഞ്ഞു അടിച്ചില്ലെന്ന്? ബമ്പറല്ലേ അടിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് അറിഞ്ഞില്ലേ? അങ്കിളൊന്ന് വന്നേ. അല്ല, എന്നിട്ട് അവളെന്താ ഈ കാര്യം നമ്മളോട് വിളിച്ചു പറയാഞ്ഞത്? അത് ചിലപ്പോ നമ്മളെ വിളിച്ചിട്ട് കിട്ടിക്കാണില്ലായിരിക്കും. നിനക്ക് കാര്യം അറിഞ്ഞ പോരെ. എന്നാലും അങ്ങനെയാണോ? ശ്രീടച്ച, ഞാൻ ഇപ്പൊ വരാമേ. അവൾ അവളുടെ കാര്യങ്ങൾ
എല്ലാം കൃത്യമായി നടത്തിയെടുക്കുന്നുണ്ട്. അവള് ജനിച്ചതും വളർന്നതും എവിടെയാ? ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ? ഒരു സാധാരണ പെൺകുട്ടിയുടെ ബുദ്ധിയൊന്നും അല്ല അവൾക്ക്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ആലോചിച്ചത് ഇന്ന് അവള് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ചിന്തകൾക്കും അപ്പുറം അവളുടെ പ്രവൃത്തികൾ. അങ്ങനെയുള്ളപ്പോ നമ്മൾ കുറച്ചുകൂടി വേഗത കൂട്ടണം. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താം. അല്ല മാം, അത് ഇനി നീ മുടന്തൻ ന്യായങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇത്രയും നാളും നിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടു തന്നതാ ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. ഇനി ഞാൻ പറയും, നീ അക്ഷരം പ്രതി അനുസരിക്കും. നാളെ രാവിലെ റെഡിയായി നിന്നോണം. മൂന്ന് മാസത്തേക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാ. പിന്നെ മോൾക്ക് അച്ഛനെയും അമ്മയും കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തടസ്സം പറയാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയുടെ കാര്യത്തില് അമ്മയ്ക്ക് ശ്രദ്ധ അല്പം കൂടുതലാ. ഇനി ഇപ്പൊ ആ കാര്യം പറയുകയും വേണ്ട. സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം. നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയെന്നും അതിൽ പ്രബലരും ദുർബലരും ആരൊക്കെയാണെന്നും ബാലുമാമന് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ആദ്യം പറയാൻ പോകുന്ന പേര് GD എന്നായിരിക്കും. ഗൗരിദാസ്, അവർ ഗ്രേറ്റസ്റ്റ് എനിമി. GDയുടെയും രാഗസുധയുടെയും ആവശ്യങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. ഡയറക്റ്റ് അറ്റാക്ക്. അങ്ങനെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അവർ ചെയ്യില്ല രവി. അങ്ങനെ ആയിരുന്നെങ്കിൽ GDക്കോ രാഗസുധയ്ക്കോ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. നോ രാജാറ, ഇവിടെയാണ് നിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നത്. ഡയറക്റ്റ് അറ്റാക്ക് അല്ലേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. കല്യാണ മണ്ഡപത്തിൽ ചാവേറായി വന്ന GDയെ നീ മറന്നോ? സരോജം, ഇതേ കാര്യം ഇതേ സ്ഥലത്തിരുന്നോണ്ട് ഞാൻ പറഞ്ഞപ്പോഴേ ആരും വിശ്വസിച്ചില്ല. അടുക്കളപ്പുറത്തിരുന്ന് കഴിച്ച് ശീലിച്ചവർക്കേ അതേ വഴങ്ങും. അനിയത്തിക്കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന്. അത് ചേട്ടായി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് രേഖയുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. ട്യൂബ്ലൈറ്റാ. എനിക്ക് വിളമ്പിക്കേ. സരോജവും സുദർശനും കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. എന്നിട്ട് ശ്രീലക്ഷ്മിയുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. ഞാൻ ചോദിച്ചാ പറയാൻ ശ്രീലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാരും കൂടെ ഏട്ടത്തിയെ സ്നേഹിച്ചൊരു പരുവത്തിലാക്കുമല്ലേ? അതങ്ങനെ തന്നെ വേണമല്ലോ. വർമ്മൻ കുടുംബത്തിന്റെ അവകാശം തരാൻ പോകുന്ന മഹാറാണിയല്ലേ ശ്രീലക്ഷ്മി മോള്. അപ്പോ ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. അല്ല സരോജം, ഇവിടേക്ക് മോളെ കെട്ടിച്ചു വിട്ടപ്പോ എന്ത് സ്ത്രീധനം കൊടുത്തു നിങ്ങള്? രാജലക്ഷ്മിയോട് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. അയ്യോ, ഞാൻ ആ ഒരർത്ഥത്തിലല്ല ചോദിച്ചത്. രവിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ.
സുദർശന അങ്കിളിനും സരോജമ്മയ്ക്ക് ഒരു വീടുള്ളത് വിറ്റ് ആ കാശ് ഇവിടെ കൊണ്ടുവച്ചു. ആ പണത്തിന്റെ വില വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും രേഖയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലേ രേഖ? എനിക്ക് കിട്ടാവുന്ന സ്ത്രീധനത്തെക്കാൾ എനിക്ക് വേണ്ടത് നല്ലൊരു അച്ഛന്റെയും അമ്മയുടെയും മകളെയായിരുന്നു. എന്നെ സ്നേഹിക്കാനും അതിനപ്പുറം മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടി. എന്റെ ഭാഗ്യം കൊണ്ടാവണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ശ്രീലക്ഷ്മിയുടെ സ്നേഹം, പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ക്വാളിറ്റീസ്, ഇതൊക്കെ തന്നെയാണ് എന്റെ സ്ത്രീധനം. ഒരാളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. രണ്ടുപേർക്കും ഒരേ ദിശയിൽ ചിന്തിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. അങ്ങനെ നോക്കുമ്പോ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എവിടെ ജനിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ വളർന്നു എന്നുള്ളതിലാണ് കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും സരോജാമ്മയ്ക്കും 100-ൽ 100 മാർക്കാണ്. അങ്കിൾ, അല്ല, ഇതാര് സാന്ദ്രമോളോ? സുഖമാണോ മോളെ? സുഖമാണ് അങ്കിൾ. അല്ല, ഗാർഡനിങ് ഒക്കെ അങ്കിൾ ഏറ്റെടുത്തോ? എന്നുവെച്ചാ പൂന്തോട്ട പരിപാലനം അങ്കിൾ ഏറ്റെടുത്തോന്ന്? അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്നയാള് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. സരോജ ആന്റി എവിടെ? അവളകത്തുണ്ട്. ശ്രീലക്ഷ്മി മാഡം അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാവും ആന്റി അല്ലേ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീരേറ്റ് കോളനി തിരിച്ചു വെച്ചിട്ട് അവളിങ്ങോട്ട് പോകുന്നത്. അല്ല, മോള് രാവിലെ രവി സാറിനെ കാണാമെന്നാണോ? സാറ് രാവിലെ പോകുന്നത് കണ്ടല്ലോ. അല്ലങ്ക്, ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. വിശേഷം അറിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ? അത് മര്യാദ. എന്നാ സാന്ദ്രമോള് ചെല്ല്, ശ്രീമോള് മുറിയിലുണ്ടാവും. ശരി അങ്ക്. ശ്രീലക്ഷ്മി മാഡം, മാഡം, എനിക്കറിയാം മാഡത്തിന് എന്നോട് ദേഷ്യമാണെന്ന്. അതങ്ങനെ മാറുന്ന ഒന്നും അല്ലെന്നും എനിക്കറിയാം. എങ്കിലും ഇവിടെ വന്ന് മാഡത്തിനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. തോന്നിയെന്നല്ല, അതാണ് ശരി. എപ്പോഴും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഭാഗത്തായിരുന്നു ന്യായം. എന്റെ ഭാഗത്ത് അന്യായവും. നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ ഞാൻ ശ്രമിച്ചു. കണ്ണുകളില് നിറയെ ഇരുട്ടായതുകൊണ്ട് എന്റെ വഴികള് എനിക്ക് അവ്യക്തമായിരുന്നു. രാഗസുധ നിനക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. അവളെ ഇന്നലെയും നമ്മുടെ ആളുകൾ കണ്ടിരുന്നു. നീ പറഞ്ഞതാണ് രവി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കാനുള്ള ശ്രമം രാഗസുധ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകം വർമ്മൻ വില്ലയെക്കുറിച്ചും അവിടുത്തെ ഇപ്പോഴുള്ള ആളുകളെക്കുറിച്ചും വ്യക്തമായൊരു പിക്ചർ ബാലമേൽ നിന്ന് രാഗസുധയ്ക്ക് കിട്ടിയിട്ടുണ്ടാവണം.
അതുകൊണ്ടാണ് അവൾ GD അന്വേഷിച്ചു തുടങ്ങിയത്. അതിന്റെ തുടക്കം എന്ന പോലെ രാഗസുധ GDയുടെ സഹായിയായ രാജ എന്ന രമേശിനെ നേരിട്ട് കണ്ടിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ അവനെ? അന്ന് ശ്രീലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ഓർമ്മയുണ്ട്. ഇനി അവൻ വഴി GDയിലേക്ക് എത്തേണ്ട സമയമേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയിട്ടും നിനക്കോ നിന്റെ സെക്യൂരിറ്റി വിങ്ങിനോ എന്തുകൊണ്ട് അവളെ നിങ്ങളുടെ വലയിൽ ഒതുക്കാൻ കഴിയുന്നില്ല? ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ രാജാറാം. നോ രവി, അവളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. എന്നെ ഓർത്തല്ല രാജാറാം എന്റെ ടെൻഷൻ, ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർത്തിട്ട. ശ്രീലക്ഷ്മിക്ക് രാഗസുധ ആരാണെന്ന് അറിയാമോ അറിയില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ അവ്യക്തമാണ്. അതിൽ വ്യക്തത ഉണ്ടായാലും ഇല്ലെങ്കിലും ശ്രീലക്ഷ്മിയെ ഒരു ടെൻഷനിലേക്കും തള്ളിവിടാൻ എനിക്കിപ്പോഴാവില്ല. രാഗസുധ കാണാനുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അറിയാനുള്ളതൊക്കെ അറിഞ്ഞ് ആൾബലവും മനോബലവും ഒക്കെ കൂട്ടട്ടെ. അതെനിക്കറിയാം. പകരം സാന്ദ്രയ്ക്ക് വേണ്ടത് എന്താണെന്നും ഈ രാജലക്ഷ്മിക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. പറയണമെന്നില്ല. അത് ശരി. അപ്പോ രേഖയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ നിങ്ങളുടെ മകളുടെ താളത്തിനൊത്തു തുള്ളി ആരെയും ദ്രോഹിക്കാനൊന്നും ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ല. ഇതില് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ചില സാഹചര്യങ്ങളില് ചിലത് നേടിയെടുക്കാൻ വേണ്ടി തെറ്റാണെന്ന് അറിയാമെങ്കിലും ആ തെറ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ചില തിരിച്ചറിവുകള് നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. എന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ശ്രീലക്ഷ്മിയോട് എല്ലാത്തിനും മാപ്പ് പറയാനും വർമ്മൻ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശിയെ സമ്മാനിക്കാൻ പോകുന്നതിന് കൺഗ്രാറ്റ്സ് പറയാനുമാണ്. കൊള്ളാം. ഓന്തിനെ പോലെ നിറം മാറുന്ന ഇവളാണോ നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരി എന്ന് പറഞ്ഞത്? അപ്പോ നീ എന്റെ ശത്രുക്കളുടെ അടുത്ത് പോയി സന്ധി ഒപ്പുവെച്ചിട്ടാ വരുന്നതല്ലേ? അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോയി മാപ്പ് ചോദിക്കല്. പക്ഷെ നീ ഒരു കാര്യം മറന്നു സാന്ദ്ര. അവസാനം എനിക്ക് വാക്ക് തന്ന് നീ പോകുമ്പോ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നു. ഇനി എനിക്ക് നേരെ നീ തിരിഞ്ഞ ശ്രീലക്ഷ്മി ആയിരിക്കില്ല എന്റെ ശത്രുവെന്ന്. കളിയിൽ നിന്ന് പിന്മാറിയെങ്കിൽ കളത്തിന് പുറത്തിരുന്ന് മര്യാദയ്ക്ക് കളി കണ്ടോണം. അതല്ല, കളിക്കാനിറങ്ങാതെ എതിർ ടീമിന് സാരോപദേശവും തന്ത്രങ്ങളും മെനഞ്ഞു കൊടുക്കുന്ന കോച്ചിന്റെ വേഷമാണ് നീ എടുത്തണിയാൻ പോകുന്നതെങ്കിൽ തൂഫാനായക കൊടുങ്കാറ്റ് വസതിയിൽ ആഞ്ഞടിക്കാൻ പോകുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ശ്രദ്ധിച്ചാകണം. ഒരു ജീവൻ പിറവിയെടുക്കാൻ പോകുന്നത് നമുക്ക് മാസങ്ങൾക്ക് മുൻപേ അറിയാൻ കഴിയും. എന്നാൽ ഒരു ജീവൻ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ഒരു നിമിഷം മുൻപ് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് നിസ്സാരനാണ് മനുഷ്യൻ. തൂഫാനായക, 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 തൂഫാനായക.
തൂഫാൻ വന്നു കഴിഞ്ഞു. തൂഫാൻ ആയക, തൂഫാൻ ആയക, തൂഫാൻ, തൂഫാൻ. ഡോക്ടർ കാര്യം പറ. പറയാം. രേഖ മാഡത്തിന്റെ ഫെലോപ്പിയൻ ട്യൂബ് ലോക്ക്ഡ് ആണെന്നാണ് ടെസ്റ്റിൽ നിന്നും മനസ്സിലാവുന്നത്. എന്നുവെച്ചാ രേഖ മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരമ്മയാവാൻ സാധിക്കില്ല. ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് രേഖ മാഡം ഇതുവരെ പ്രഗ്നന്റ് ആകാതിരുന്നത്. ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? എവിടെ കൊണ്ടുപോയാലും അവരും ഇത് തന്നെയാകും പറയാ. സർജറിയിലൂടെയോ മെഡിസിൻ കഴിച്ചോ മാറുന്ന ഒന്നല്ല ഇത്. ലോകത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചവരിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളൂ. ഡോക്ടർമാർ ഇപ്പോഴും ഇതിനെ മിറാക്കിൾ മാത്രമായിട്ടാണ് കാണുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ അതുണ്ടാകാറുള്ളൂ. പിന്നെ ഞാൻ എന്റെ പ്രൊഫസറിനോട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാം. അന്വേഷിക്കാമെന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കാമെന്നൊരർത്ഥം അതിനില്ല. എനിവേ ഞാൻ 1-2 മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നോക്കണ്ട, അത് തന്നെ. വർമ്മൻ വില്ലയുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് അത് നിന്റേതാവണം. അമ്മ എന്തായി പറയുന്നത്? ഇനി അതെങ്ങനെ സാധിക്കും? സാധിക്കാത്തത് വിധി. ആ വിധി നമ്മൾ ചെറുതായൊന്ന് തിരുത്തുന്നു, രഹസ്യമായി. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ അസ്വസ്ഥതകളില്ലാതെ പേറ്റുനോവറിയാതെ നീ ഒരു അമ്മയാവും. ശ്രീലക്ഷ്മി അമ്മയാവുന്നതിന് മുൻപ് തന്നെ. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. രഘുവും ബ്രദറിൻ ലോയും മദറിൻ ലോയോടൊക്കെ അവരോടൊക്കെ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കും? നിന്റെ ഭാഗ്യത്തിന് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു മണുകുണാഞ്ചൻ ഭർത്താവിനെയാണ്. ഇപ്പൊ രാത്രിയാണെന്ന് നീ ഒന്ന് തറപ്പിച്ചു പറഞ്ഞ അത് വിശ്വസിക്കുന്നവനാ നിന്റെ ഭർത്താവ്. ആ വിശ്വാസം വേണം മുതലെടുക്കാൻ. കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ചയ്ക്ക് തോന്നും ചുറ്റും ഇരുട്ടാണെന്ന്. അതുപോലെ വർമ്മൻ വില്ലയിലുള്ള എല്ലാവർക്കും തോന്നണം ഇപ്പൊ ഇരുട്ടാണെന്ന്. നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കണം. അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടറും കൂടിയാ. ഡോക്ടർ പറഞ്ഞ എന്തായാലും എല്ലാവരും അറിയും. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. നീ എന്താണോ ആഗ്രഹിച്ചത് അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചു തരും ഈ രാജലക്ഷ്മി. പിന്നെ ഗർഭിണിയല്ലാത്ത നീ പ്രസവിക്കുന്നത് പോലെ ഗർഭിണിയായ ശ്രീലക്ഷ്മിയും ചിലപ്പോ പ്രസവിച്ചില്ലെന്നും വരും. നിങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് എന്റെ അഭിപ്രായം. രവിയുടെ ഇഷ്ടവും അത് തന്നെയാ. എങ്ങനെയുണ്ട് മോളെ തലവേദന? ഇത് വെറും തലവേദനയല്ല ഗായത്രിയമ്മേ.
പിന്നെ അത് ഗായത്രി അമ്മയുടെ മൂത്ത മരുമകൾ ശ്രീലക്ഷ്മിയെ പോലെ ഇളയ മരുമകളും അമ്മയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായുണ്ടായ തലവേദനയാത്. എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാലേ അത് തന്നെ. എന്റെ മോള് രേഖയും ഗർഭിണിയാണ്. മോളെ നിങ്ങൾ എന്താ മനുഷ്യ ആലോചിക്കുന്നേ? അല്ല സരോജ, ഇപ്പൊ ഇവിടെ നടന്നത് എന്താണെന്ന് നിനക്ക് വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും സംശയം തോന്നിയോ? എന്ത് സംശയം? എന്താ നിങ്ങളുടെ സംശയം? എടി, രേഖാ മാഡത്തിന് ഗർഭമുണ്ടോന്ന് എനിക്കൊരു സംശയം. മനുഷ്യ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങക്ക് സംശയത്തിന് ഒരു കുറവുമില്ലല്ലോ. എടി, എന്റെ ഒരു സംശയം മാത്ര. രേഖാ മാഡത്തിന്റെ അമ്മയുടെ സന്തോഷം കെട്ടിച്ചമച്ചതാണെന്ന് നിനക്ക് തോന്നിയോ? ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഗായത്രി അമ്മ ഇത്രയും നല്ല വാക്ക് പറഞ്ഞിട്ടും രേഖാ മാഡത്തിന്റെ മുഖം നീ ശ്രദ്ധിച്ചോ? ഇപ്പൊ കഴിഞ്ഞതിലേ ഉള്ളൂ. ഒന്ന് പുറകിലേക്ക് റിവേഴ്സ് അടിച്ചു നോക്കൂ. മോളെ, ഇത്ര സ്പീഡൊന്നും വേണ്ട. ഇപ്പൊ പഴയതുപോലല്ല. സ്റ്റെപ്പൊക്കെ പതുക്കെ കയറിയാ മതി. എന്നാ മോള് റൂമിലേക്ക് പൊയ്ക്കോ. യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം ഉണ്ടാകും. ഇപ്പൊ എന്തു തോന്നുന്നു? അയ്യോ, ഇനി ശ്രീടച്ചൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറയുന്നതായിരിക്കോ? അതാണ് ഞാൻ സംശയം പറഞ്ഞത്. നമ്മുടെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഗായത്രി അമ്മയ്ക്ക് എല്ലാവർക്കും നമ്മുടെ മോളോട് സ്നേഹം കൂടി. അപ്പൊ താൻ ചെറുതായെന്ന് തോന്നിയിട്ട് രേഖാ മാഡം അമ്മയെ കൂട്ടുപിടിച്ച് നടത്തുന്ന കളിയാണിത്. അങ്ങനെയാണെങ്കിലേ ഗായത്രി അമ്മയെ രഘുസാറിനെയൊക്കെ പറ്റിക്കല്ലേ അവര്? ഷോ, എന്റെ ഈശ്വരാ, അങ്ങനെ വല്ലതും ആണോ ഇനി? അങ്ങനെയല്ല. സരോജ ഇപ്പൊ ഈശ്വരനോട് ചോദിച്ചതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ആൾക്കാരാണ്, പാവങ്ങളാണ്, മനസ്സ് നിറയെ നന്മയുള്ളവരാണ്. ഇതൊക്കെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എന്റെ മോള് നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി, പുറന്തോല് മാത്രമേ പാവത്തിന്റേതുള്ളൂന്ന്. അകമേ ഉള്ളത് വിഷമാ, നല്ല കാളകൂട വിഷം. ഞാനായതുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കിയാന്. അയ്യോ രാജലക്ഷ്മി അമ്മേ, ഞങ്ങള് മിണ്ടാതിരി സരോജം. നിന്നെ പോലെ തന്നെ ഒരു അമ്മയെ ഞാനും. ഇല്ലാത്തൊരു ഗർഭം ഉണ്ടെന്ന് വരുത്തി നീ നിന്റെ മോളെ കൊണ്ടു നടക്കോ? ചിലപ്പോ നീ നടക്കുമായിരിക്കും. കാരണം താമസം അങ്ങനെയുള്ള സ്ഥലത്തല്ലേ. അതുപോലെയല്ല കുടുംബത്തിൽ പിറന്നവര്. രാജലക്ഷ്മി അമ്മേ, ഞങ്ങൾ ആ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. രേഖാ മാഡത്തിന്റെ മുഖം കണ്ടപ്പോ നിങ്ങളുടെ പെരുമാറ്റത്തില് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ സരോജത്തോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല. അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാജലക്ഷ്മി അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാം. ക്ഷമിച്ചല്ലേ പറ്റൂ.
ഇത് എന്റെ വീടല്ലല്ലോ. എന്റെ വീട്ടിലാണെങ്കിലുണ്ടല്ലോ. ബാക്കി ഞാൻ പറയുന്നില്ല. കാൽ കാശിന് ഗതിയില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഇവിടെ താമസിക്കുന്നതും പോരാ, കുറ്റം പറയുന്നോ? ഗായത്രി അമ്മയെ പോലെ അല്ല ഈ രാജലക്ഷ്മി, ഞാൻ പറഞ്ഞേക്കാം. വല്ലതും തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ തിന്നോണ്ട് വല്ലയിടത്തും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ നീരേറ്റ് കോളനിയിലെ സ്വഭാവം ഇവിടെ കാണിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.